ഹായ് ഓൾ, നമുക്കിന്ന് ആൻഡ്രോയിഡ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഒരു ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററിയും നമുക്കിന്ന് നോക്കാം ആൻഡ്രോയിഡിൻ്റെ. സോ നമുക്കെല്ലാവർക്കും അറിയാം അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ് ടെലിഫോൺ ഇൻവെൻറ്റർ ഓഫ് ടെലിഫോൺ എന്ന് പറയുന്നത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ്. സോ 1878 ഒരു ഫസ്റ്റ് ഫോൺ കോൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സെൽ ടെലിഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മോട്ടോറോള എന്ന കമ്പനിയാണ് ഇൻ 1980. ഓക്കെ, ഫസ്റ്റ് സെൽ ടെലിഫോൺ ഓക്കെ, സെല്ലുലാർ ടെലിഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മോട്ടോറോള ആണ് 1980. ഇന്ന് കാണുന്ന നമ്മളുടെ സ്മാർട്ട് ഫോൺ അത് ഡെവലപ്പ് ചെയ്യുന്നത് IBM ആൻഡ് ബെൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീസ് കൂടിയിട്ടാണ് ഇൻ 1993. ഓക്കെ, അപ്പം സ്മാർട്ട് ഫോണ് 1993 ഫസ്റ്റ് സ്മാർട്ട് ഫോണ്. സോ ഫസ്റ്റ് സ്മാർട്ട് ഫോണ് അറിയപ്പെട്ടത് സിമൺ, SIMON, സിമൺ എന്ന പേരിലാണ് ഫസ്റ്റ് സ്മാർട്ട് ഫോൺ. ഓക്കെ, ഫസ്റ്റ് സെൽഫോൺ 1980s 1993 ഫസ്റ്റ് സ്മാർട്ട് ഫോൺ. അപ്പം എന്താണ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്? ഇതാണ് കേട്ടോ, ഒരു സിമൺ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫസ്റ്റ് സ്മാർട്ട് ഫോണിൻ്റെ പിക്ചറാണത്. ഓക്കെ, എന്താണ് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇപ്പം നമ്മളുടെ കമ്പ്യൂട്ടറൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫോണിനെയാണ് നമ്മൾ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, സ്മാർട്ട് ഫോൺ ഈസ് എ മൊബൈൽ ഫോൺ ദാറ്റ് ഓപ്പറേറ്റ്സ് ഓൺ ആൻ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിമിലർ ടു വാട്ട് മിനി കമ്പ്യൂട്ടർ. ഓക്കെ, ഇറ്റ് അലൗസ് ടു റൺ ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണോ ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ഫോണിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസിൽ വർക്ക് ചെയ്യുക ആപ്ലിക്കേഷൻസ്. ഓക്കെ, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്മാർട്ട് ഫോൺ ഇപ്പം നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമുക്ക് അറിയാവുന്നതാണ്. iPhone, iOS, then Android operating system OS, BlackBerry OS, Microsoft Windows Phone OS. Okay, then എന്താണ് ആൻഡ്രോയിഡിൻ്റെ മീനിങ്? ആൻഡ്രോയിഡ് മീൻസ് വാട്ട്? റോബോട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഐക്കൺ നമുക്ക് നോക്കിയാൽ കാണാം. എന്താണ്? റോബോട്ടിൻ്റെ ഐക്കണാണ് നമ്മൾ കാണുക. ഇപ്പം ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് വരുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് വരുന്നത്. അതായത് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻ ലൈക്ക് ആണ്. ഓക്കെ, സോ അതായത് ആൻഡ്രോസ്, ഗ്രീക്ക് വേർഡ് ആൻഡ്രോസ്, അതായത് മാൻ. റോയിഡ് മീൻസ് ലൈക്ക്. ഓക്കെ, അതാണ് ആൻഡ്രോയിഡിൻ്റെ മീനിങ്. ആൻഡ്രോസ് മീൻസ് മാൻ, റോയിഡ് മീൻസ് ലൈക്ക്, സിമിലർ. ഓക്കെ, മാൻ ലൈക്ക്, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റോബോട്ട്. ഓക്കെ, സോ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ ലൈക്ക്, അതായത് റോബോട്ട് എന്നാണ് അതിൻ്റെ മീനിങ്. നെക്സ്റ്റ് പറയുന്നത് വേർഷൻസ് ആണ്. അപ്പം ഫസ്റ്റ് വേർഷൻ റിലീസ് ചെയ്യുന്നത് ആൽഫ 1.0 എന്ന് പറഞ്ഞിട്ടുള്ള വേർഷൻ ഇൻ 2008. ഓക്കെ, അതിൻ്റെ ഒരു ബീറ്റ വേർഷനാണ് 1.1 എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ആൽഫ, എന്താണ് ബീറ്റ വേർഷൻ എന്നൊക്കെ നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൽ പഠിച്ചതാണല്ലോ. ദെൻ ഒരു ഫുഡിൻ്റെ പേര് വെച്ചിട്ട് ആൻഡ്രോയിഡ് വേർഷൻ വരുന്നത് കപ്പ് കേക്ക് മുതലാണ്. ഓക്കെ, കപ്പ് കേക്ക് 1.5, ദെൻ ഡൂനട്ട്, അത് വേർഷൻ 1.5, ദെൻ ഡൂനട്ട് 1.6. ഓക്കെ, ദെൻ ഇതായത് API ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് API 3 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഡൂനട്ട് 1.6, എക്ലെയർ 2.0 to 2.1, ദെൻ ഫ്രയോ 2.2, 2.2.3 വേർഷൻസ് ആണ്. ദെൻ ജിഞ്ചർ ബ്രെഡ് എന്ന് പറയുന്ന സമയത്ത് അത് 2.3 to 2.3.7, ദെൻ ഹണി കോം 3.0 to 3.2.6, then ice cream sandwich 4.0 to 4.0.4, jelly bean 4.1 to 4.3.1, then KitKat API 19. ഇപ്പം നമ്മൾ പഠിക്കുന്നത് KitKat വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ ലോലിപോപ്പ്, അത് കഴിഞ്ഞതിന് ശേഷം
ലോലിപോപ്പ് അത് API 21 ആണ്. 5.0 to 5.0.2 അത് 2014 റിലീസ് ചെയ്തത്. ദെൻ മാഷ്മെല്ലോ 6 API 23 ആണ്, വേർഷൻ 6.0 ആണ്. ദെൻ നോഗറ്റ് എന്ന് പറയുന്ന സമയത്ത് 7.0 ആണ് വേർഷൻ, API എന്ന് പറയുന്നത് 24 to 25. ദെൻ വരുന്നത് ഒറിയോ വേർഷൻ 8.0, ദെൻ API 26ഉം 27ഉം. ദെൻ പൈ വേർഷൻ 9 ആണ്, API 28 ആണ്. ദെൻ അതിന് ശേഷം വന്നത് ആൻഡ്രോയിഡ് 10ഉം ആൻഡ്രോയിഡ് 11ഉം. ആൻഡ്രോയിഡ് 10 API 29ഉം ദെൻ ആൻഡ്രോയിഡ് 11 API 30. അത് റിലീസ് ചെയ്യുന്നത് സെപ്റ്റംബർ 2020 ഓക്കെ, ഈ വർഷം റിലീസ് ആയതാണ് ആൻഡ്രോയിഡ് 11 എന്ന് പറയുന്നത്. ആൻഡ്രോയിഡ് 10 API 29 അത് റിലീസ് ചെയ്യുന്നത് 2019 ഓക്കെ. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 11 വിത്ത് API 30 ഓക്കെ, സെപ്റ്റംബർ 2020. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി, ഏതൊക്കെ കപ്പ് കേക്ക് മുതൽ പിന്നെ ആൻഡ്രോയിഡ് 11. അപ്പോൾ ഓരോന്നിലും വരുന്ന പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, സോ നമ്മൾ യൂസ് ചെയ്യുന്നത് കിറ്റ്കാറ്റ് ആണ്. അപ്പോൾ നമ്മളെപ്പോഴും ഓർത്തിരിക്കുക നമ്മൾ ഏത് വേർഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഫീച്ചേഴ്സും അറിഞ്ഞിരിക്കുക. കിറ്റ്കാറ്റ് ഏത് വേർഷനാണ്? കിറ്റ്കാറ്റ് എന്ന് പറയുന്നത് 4.4 ആണ്, API 19 ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അബൌട്ട് ആൻഡ്രോയിഡ്. ഓക്കെ, ഞാൻ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞു. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കോർ പാർട്ട് അതാണ് കേർണൽ. സോ ലിനക്സ് കേർണലാണ് ആൻഡ്രോയിഡിൻ്റെ കോറായിട്ട് വരുന്നത്. ഓക്കെ, അത് ഇനിഷ്യലി ഡെവലപ്പ് ചെയ്തത് ആരായിരുന്നു? ആൻഡ്രോയിഡ് INC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് ആൻഡ്രോയിഡ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. മെയിൻ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി റൂബിനാണ് മെയിൻ. 2003 ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ദെൻ 2005 ആര്? ഗൂഗിൾ അത് വാങ്ങിച്ചു. ഓക്കെ, ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനീനെ ആൻഡ്രോയിഡ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി തന്നെയായിരുന്നു. ഓക്കെ, ദെൻ അതിനെ ഗൂഗിൾ 2005 വാങ്ങിച്ചു. ഓക്കെ, ഇപ്പം ആൻഡ്രോയിഡ് ആരുടേതാണ്? ഗൂഗിളിൻ്റെയാണ്. ഓക്കെ, ദെൻ ഇങ്ങനെയൊരു സോഫ്റ്റ്വെയർ ഗൂഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഗൂഗിൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതായത് അത് അൺവീൽഡ് ചെയ്യുന്നത് 2007 ഫസ്റ്റ് ഒരു സ്മാർട്ട് ഫോൺ പബ്ലിക്കലി അവൈലബിൾ ആവുന്നത് 2008 ഓക്കെ, ഫസ്റ്റ് പബ്ലിക്കലി അവൈലബിൾ സ്മാർട്ട് ഫോൺ റണ്ണിങ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ടുള്ള ഫസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഏതാണ്? HTC Dream ആണ്. ഓക്കെ, HTC Dream ഇറ്റ് ഈസ് റിലീസ്ഡ് ഇൻ ഏത് ഇയറിലാണ്? 2008 ഓക്കെ, അപ്പം ഫസ്റ്റ് കമ്പനി ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി തന്നെയാണ്. അത് 2005 ഗൂഗിൾ വാങ്ങിച്ചു. ഓക്കെ, അപ്പം ഫസ്റ്റ് റിലീസ് ചെയ്തിട്ടുള്ള ആൻഡ്രോയിഡ് OS എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ റിലീസ് ചെയ്തത് ആൻഡ്രോയിഡ് OS വെച്ചിട്ട് റിലീസ് ചെയ്തത് HTC Dream. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആൻഡ്രോയിഡ് ആർക്കിടെക്ചർ നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഏറ്റവും താഴെയുള്ള ലെയർ, ഇപ്പം നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ് കേർണലാണ്. അപ്പോൾ ഏറ്റവും താഴെയുള്ള പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ലിനക്സ് കേർണലാണ് ഏറ്റവും താഴെ. ദെൻ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ലൈബ്രറീസും അതുപോലെ തന്നെ എന്താണ്? ആൻഡ്രോയിഡ് റൺ ടൈം, അതിൽ വരുന്നത് കോർ ലൈബ്രറീസ് ആൻഡ് ഡാൽവിക് വെർച്വൽ മെഷീൻ. ഓക്കെ, ദെൻ ഓരോന്ന് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്ക്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതാണ് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്കിൽ വരുന്നത്. ദെൻ വരുന്നത് എന്താണ്? ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണ ഇപ്പോൾ നമ്മളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മളുടെ ഫോൺ കോൾ ചെയ്യൂലേ, അതൊക്കെ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ്. ദെൻ നമ്മളുടെ ബ്രൗസർ അല്ലെങ്കിൽ എന്തെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ, അങ്ങനത്തെ എല്ലാ ആപ്ലിക്കേഷൻസും ആണ് ഫസ്റ്റിൽ വരുന്ന ആപ്ലിക്കേഷൻസ്. ദെൻ ഈ ഒരു ആപ്ലിക്കേഷൻസിൻ്റെ മാനേജ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്കിൽ വരുന്നത്. ദെൻ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ലൈബ്രറീസ് ആണ് ഉള്ളത്, ആൻഡ്രോയിഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ലൈബ്രറീസ് ഉണ്ട്. ദെൻ
ആൻഡ്രോയിഡ് റൺ ടൈം അതിൻ്റെ കോർ ലൈബ്രറീസും ടാൽവിക് വെർച്വൽ മെഷീൻ. ദെൻ ഏറ്റവും ലാസ്റ്റത്തെ ലെയറിൽ ലിനക്സ് കേർണൽ. അതായത് ലിനക്സ് കേർണലിലാണ് നമ്മളുടെ മെമ്മറി മാനേജ്മെൻറ്റ്, ഡിവൈസ് ഡ്രൈവർ മാനേജ്മെൻറ്റ്, ഓഡിയോ ഡ്രൈവർ മാനേജ്മെൻറ്റ്, പവർ മാനേജ്മെൻറ്റ്, അങ്ങനത്തെ എല്ലാ ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതാരാണ്? ലിനക്സ് കേർണലാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ലിനക്സ് കേർണൽ. ലിനക്സ് കേർണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് പ്രൊവൈഡ്സ് ബേസിക് സിസ്റ്റം ഫങ്ഷണാലിറ്റി ലൈക്ക് പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, device management. Devices like what? Camera, keyboard, display devices. Also നമ്മളുടെ എല്ലാ പെരിഫറൽ ഹാർഡ്വെയർ പാർട്സുകളൊക്കെ മാനേജ് ചെയ്യുന്നത് ആരാണ്? ലിനക്സ് കേർണലാണ്. ഓക്കെ, the kernel handles all things Linux is really good at, such as networking and vast array of device drivers which take the pain out of interfacing to peripheral hardware. ഓക്കെ, അപ്പം ഇങ്ങനത്തെ എല്ലാ ഡിവൈസ് ഡ്രൈവേഴ്സും അതിൻ്റെയൊക്കെ ഹാൻഡ്ലിംഗ് നടത്തുന്ന ആരാണ്? ലിനക്സ് കേർണൽ. സോ നമുക്ക് പെരിഫറൽ ഹാർഡ്വെയർസൊക്കെ എന്താണ്? ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അതാണ് ലിനക്സ് കേർണൽ. ദെൻ ബൈൻഡർ IPC. അപ്പം നമ്മൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ലിനക്സ് കേർണലിലൊരു ലിനക്സ് കേർണലിൽ ഹാൻഡിൽ ചെയ്യുന്നതാണ് ബൈൻഡർ IPC. IPC മീൻസ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പം അതിൽ വരുന്ന കാര്യങ്ങളാണ് എന്താണ് ബൈൻഡർ IPC? ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി മെക്കാനിസം ഹൗ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻഡ്രോയിഡ് കമ്പോണൻസ് ആർ കമ്മ്യൂണിക്കേറ്റഡ്. അപ്പോൾ ആൻഡ്രോയിഡ് കമ്പോണൻസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? IPC, ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പം നിങ്ങൾ പ്രൊജക്റ്റിലൊക്കെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ്രോയിഡ് വെച്ചിട്ട് കുറേ പേര് ചെയ്യുന്നുണ്ടാവും. സോ ഇൻറ്റൻറ്റൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇൻറ്റൻസ്, ബൈൻഡേഴ്സ്, ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ബൈൻഡർ IPC, ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. അപ്പോൾ എന്താണ് ഒരു ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മളൊരു വെബ് പേജ് പോലെ അല്ലെങ്കിൽ ഒരു ഫോം, അതിനെ നമ്മൾ ഇവിടെ ആൻഡ്രോയിഡിൽ പറയും ഒരു വെബ് പേജ് അല്ലെങ്കിൽ ഒരു ഫോമിനെ നമ്മൾ ആൻഡ്രോയിഡിൽ പറയുന്ന പേരാണ് എന്ത്? ആക്ടിവിറ്റി. ഓക്കെ, അതായത് നമ്മളുടെ GUI ടെക്സ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഉള്ള ഇപ്പോൾ എൻ്റെ യൂസർ നെയിം, എൻ്റെ പാസ്വേഡ്, ദെൻ സബ്മിറ്റ് ബട്ടൺ, ഓക്കെ, ഒരു GUI. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ വെബിലാണെങ്കിൽ നമ്മൾ വെബ് പേജ് എന്ന് പറയും. നമ്മളുടെ വിൻഡോസ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ ഫോംസ് എന്ന് പറയും. ഓക്കെ, അതുപോലെ ആൻഡ്രോയിഡിന് പറയുന്ന പേരാണ് എന്താ? ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മോർ ദാൻ 1 ആക്ടിവിറ്റീസ് ഉണ്ടാവാം. ഓക്കെ, മോർ ദാൻ 1 ആക്ടിവിറ്റി ഉണ്ടാവാം. അപ്പം ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറൊരു ആക്ടിവിറ്റി എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ആക്ടിവിറ്റീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതിനാണ് എന്ത്? മെസ്സേജസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇൻറ്റൻറ്റ് യൂസ് ചെയ്യുന്നത്. Are messages which components can send and receive. Okay, it is a universal mechanism of passing data between processes. With the help of the intents, one can start services or activities, invoke broadcast receivers and so on. Okay, അപ്പം മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ആക്ടിവിറ്റീസ് ഇൻവോക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ എന്താണ്? ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറൊരു ആക്ടിവിറ്റിയിലേക്ക് മെസ്സേജസോ എന്തെങ്കിലും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ്? സർവീസസ്. എന്താണ് സർവീസ് എന്നൊക്കെ പറയും. ഓക്കെ, സർവീസസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ എന്താണ്? ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇൻറ്റൻറ്റ് യൂസ് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ബൈൻഡേഴ്സ് ഓർ മെസ്സഞ്ചർ വിത്ത് എ സർവീസ്. ഇതെന്തിനാന്ന് വെച്ചാൽ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് പ്രോസസ്സിന് വേറൊരു ആൻഡ്രോയിഡ് പ്രോസസ്സിന് ഇൻവോക്ക് ചെയ്യാൻ, മെത്തേഡ്സിനെ ഇൻവോക്ക് ചെയ്യാൻ. ഓക്കെ, ഒരു ആൻഡ്രോയിഡ് പ്രോസസ്സിന് വേറൊരു ആൻഡ്രോയിഡ് പ്രോസസ്സിനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ബൈൻഡേഴ്സ് ഓർ മെസ്സഞ്ചർ യൂസ് ചെയ്യുന്നത്. ആർ ദി എൻറ്റിറ്റി വിച്ച് അലൗ ആക്ടിവിറ്റീസ് ആൻഡ് വർബീസസ് ഒബ്റ്റെയിൻ റെഫറൻസ് ടു വാട്ട്? അനദർ സർവീസ്. ഓക്കെ, മനസ്സിലായല്ലോ?
It allows not only simply send messages to services but directly invoke methods on them. ഓക്കെ, അപ്പം ഒരു സർവീസിന് വേറൊരു സർവീസ് അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് പ്രോസസ്സിന് വേറൊരു ആൻഡ്രോയിഡ് പ്രോസസ്സിൻ്റെ മെത്തേഡുകളെ ഇൻവോക്ക് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബൈൻഡേഴ്സ് യൂസ് ചെയ്യും. നെക്സ്റ്റ് ബ്രോഡ്കാസ്റ്റ്. അപ്പോൾ അതിൽ 2 ടൈപ്സ് ഓഫ് ആണ് ബ്രോഡ്കാസ്റ്റ് വരുന്നത്. ഒന്ന് നോർമൽ ബ്രോഡ്കാസ്റ്റും വേറൊന്ന് ഓർഡേർഡ് ബ്രോഡ്കാസ്റ്റും. നോർമൽ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എന്താണ്, അസിൻക്രണസ്ലി എല്ലാവർക്കും നമ്മളൊരു മെസ്സേജ് സെൻഡ് ചെയ്യാണ്. All receivers of the broadcast are running undefined order often at the same time. ഓക്കെ, at a time തന്നെ എല്ലാവർക്കും മെസ്സേജ് പാസ് ചെയ്യുക. അതാണ് നോർമൽ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ഓർഡേർഡ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ ഒരു റിസീവറിന് ഒറ്റ റിസീവറിന് സെൻഡ് ചെയ്യും. ദെൻ ആ റിസീവറിന് അടുത്ത ആൾക്ക് ഓക്കെ അങ്ങനെ സെൻഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർഡേർഡ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം റിസീവ് ചെയ്ത ആൾക്ക് വേണമെങ്കിൽ അതെന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. മറ്റേ വേറൊരു റിസീവർക്ക് സെൻഡ് ചെയ്യാതെ അത് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് അവർക്ക് എന്ത് ചെയ്യാം? അടുത്തുള്ള റിസീവർക്ക് സെൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അതാണ് ഓർഡേർഡ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് എന്താ നമ്മളുടെ ലിനക്സ് കേർണൽ. അടുത്ത് വരുന്നത് ലൈബ്രറീസ് ആണ്. ലൈബ്രറീസിൽ വരുന്നത് സർഫേസ് മാനേജർ, മീഡിയ ഫ്രെയിംവർക്ക്, SQLite, OpenGL, ഫ്രീ ടൈപ്പ്, വെബ്കിറ്റ്, SGL, SSL, then ലൈബ്രറി C. ഓക്കെ, ദെൻ അതിൽ എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ലൈബ്രറീസ്. ലൈബ്രറീസ് എന്ന് പറയുന്നത് എന്താണ്? On top of Linux kernel, there is set of libraries including open source web browser engine WebKit. Okay, then എന്താണ്? Library C, libc, then SQLite database, which is a useful repository for storage and sharing of application data. Then libraries to play and record audio and video, SSL library. ദെൻ SSL ലൈബ്രറി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റെസ്പോൺസിബിൾ ഫോർ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി. ഓക്കെ, സോ ഫസ്റ്റ് വരുന്നത് എന്താണ്? വെബ്കിറ്റ് ആണ്. വെബ്കിറ്റ് എന്ന് പറയുന്നത് ഒരു ലേഔട്ട് എൻജിനാണ്. ഓക്കെ, എന്തിനാണ്? ഇപ്പം നമുക്കറിയാം നമ്മളുടെ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ഒരു വെബ് ബ്രൗസർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര ചെറിയ ഡിവൈസ് ആണെങ്കിലും എത്ര വലിയ ഡിവൈസ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു ഏരിയയിൽ ഓക്കെ വ്യൂ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു സ്ക്രീനിന് ആക്യുറേറ്റ് ആയിട്ട് എന്ത് വയ്ക്കുക? പ്ലേസ് ചെയ്യുക ആ ഒരു ബ്രൗസറിനെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? വെബ്കിറ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ലേഔട്ട് എഞ്ചിനാണ്. ഇറ്റ്സ് എ ലേഔട്ട് എഞ്ചിൻ സോഫ്റ്റ്വെയർ കോമ്പണൻറ്റ് ഫോർ റെൻഡറിങ് വെബ് പേജസ് ഇൻ വെബ് ബ്രൗസേഴ്സ്. ഓക്കെ, for example, the Safari from Apple worked with this engine to make it render well on small screens and on mobile devices. ഓക്കെ, അപ്പം നമ്മളൊരു വെബ് ബ്രൗസറിൽ ഒരു വെബ് പേജ് എടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു കറക്റ്റ് അതിൻ്റെ ലേഔട്ട് എന്താ അലൈൻ ചെയ്യുക. അതിനാണ് വെബ്കിറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ OpenGL or ES അതെന്ന് വെച്ചാൽ OpenGL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പൺ ഗ്രാഫിക്സ് ലൈബ്രറി ആണ്. ഓക്കെ, ഓപ്പൺ ഗ്രാഫിക്സ് ലൈബ്രറി ആണ് OpenGL എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2D 3D ഗ്രാഫിക്സ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ OpenGL യൂസ് ചെയ്യുന്നത്. ദെൻ SGL മീൻസ് സ്കെയിലബിൾ ഗ്രാഫിക്സ് ലൈബ്രറി, SGL. ഓക്കെ, SGL യൂസ് ചെയ്യുന്നത് 2D ഗ്രാഫിക്സ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മീഡിയ ഫ്രെയിംവർക്ക്. മീഡിയ ഫ്രെയിംവർക്ക് എന്തിനാണ്? MP3, MP4 ഓക്കെ ഓഡിയോ വീഡിയോ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ളതാണ് മീഡിയ ഫ്രെയിംവർക്ക്. ദെൻ ഫ്രീ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലൈബ്രറി എന്തിനാണ്? ഫോണ്ട്, പോർട്ടബിൾ ഫോണ്ട് എൻജിനാണ് ഈ ഫ്രീ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ SSL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നെറ്റ്വർക്കിങ്ങിൽ നിങ്ങൾ പഠിച്ചതാണ്. സെക്യൂർ സോക്കറ്റ് ലെയർ. ഓക്കെ, ഈസ് എ കോമൺ ബിൽഡിംഗ് ബ്ലോക്ക് ഫോർ എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ക്ലയൻറ്റ്സ് ആൻഡ് സെർവേഴ്സ്. ഓക്കെ, ക്ലയൻറ്റ്സ് ആൻഡ് സെർവേഴ്സ് തമ്മിലുള്ള എന്താണ്? സെക്യൂർ
ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് സെക്യൂർ സോക്കറ്റ് ലെയർ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് സർഫേസ് മാനേജർ മാനേജേഴ്സ് ആക്സസ് ടു ഡിസ്പ്ലേസ് സബ്സിസ്റ്റംസ് ആൻഡ് സെയിംലെസ്ലി കോമ്പോസിറ്റ് 2D ആൻഡ് 3D ഗ്രാഫിക് ലെയേഴ്സ് ഫ്രം മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ്. അതായത് സർഫേസ് മാനേജർ ഓക്കെ അതിൻ്റെ ആ ഒരു അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെയാണ്, അതായത് 2D 3D ഗ്രാഫിക്സിന് അതിൻ്റെ ആ ഒരു അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് സർഫേസ് മാനേജർ ചെയ്യുന്നത്, ആ വിൻഡോ അലൈൻമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡാൽവിക് വെർച്വൽ മെഷീൻ. ഓക്കെ, അപ്പം നമ്മളുടെ ആൻഡ്രോയിഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്താണ്? ജാവയാണ്. നിങ്ങൾ ഈ 5th സെമ്മിൽ ജാവ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ജാവയ്ക്ക് ഫുൾ ഫോം ഉണ്ടോ? ജാവയ്ക്ക് ഫുൾ ഫോം ഒന്നുമില്ല. ജാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഐലൻഡിൻ്റെ പേരാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവയാണ്. ജാവയുടെ ആദ്യത്തെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കാണ്. ദെൻ ഏകദേശം ഒരു 1991 ജാവ റിലീസ് ചെയ്യുന്നത്. ദെൻ പിന്നെ ഓക്ക് എന്ന് പറഞ്ഞ പേര് റീനെയിം ചെയ്തതാണ് നമ്മളുടെ ജാവ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ നെയിം ഓഫ് ഐലൻഡ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പം ജാവയുടെ ഏറ്റവും വലിയൊരു ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് എന്നുള്ള ഫീച്ചറാണ്. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഓപ്പറേറ്റിംഗ് നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അത് നമുക്ക് വേറെ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഓക്കെ, ഇപ്പോൾ ഒരു ജാവ ഫയൽ നമുക്ക് വേറെ ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും നമുക്ക് വർക്ക് റൺ ചെയ്യിക്കാൻ പറ്റുന്നു. അതാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ. ഇപ്പം വിൻഡോസിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻ എവിടെ വർക്ക് ചെയ്യിക്കാം? നമുക്ക് മാക്കിലോ ലിനക്സിലോ എല്ലാം വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ ആരും മതി? JVM ജാവ വെർച്വൽ മെഷീൻ മതി. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. JVM ജാവ വെർച്വൽ മെഷീൻ മതി. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് പോസിബിൾ ആകുന്നത്? നമ്മൾ എഴുതിയ സോഴ്സ് കോഡ്, അത് നമ്മളുടെ ജാവ കോഡിനെ എന്താക്കി മാറ്റുന്നുണ്ട്? നമ്മളുടെ ജാവ കമ്പൈലർ. ഓക്കെ, ജാവ കമ്പൈലർ എന്താക്കി മാറ്റുന്നുണ്ട്? ഒരു ബൈറ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ക്ലാസ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ് ഫയലാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ബൈറ്റ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്ലാസ് ഫയലിനെ നമുക്ക് വേറെ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് അല്ലെങ്കിൽ റൺ ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അതാണ് റൈറ്റ് വൺസ് റൺസ് മെനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഏത് OSൽ വെച്ചിട്ടും ഈ ക്ലാസ് ഫയലിനെ വർക്ക് ചെയ്യാൻ പറ്റും. അവിടെ എന്തുണ്ടായാൽ മതി? JVM ജാവ വെർച്വൽ മെഷീൻ. ഈ ജാവ വെർച്വൽ മെഷീനാണ് നമ്മളുടെ ബൈറ്റ് കോഡിനെ എന്താക്കി മാറ്റുന്നത്? മെഷീൻ കോഡാക്കി മാറ്റുന്നത്. അതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നേ ഉള്ളൂ. കാരണം നമ്മളുടെ ഇവിടെ വരുന്ന സമയത്ത്, ആൻഡ്രോയിഡിൽ വരുന്ന സമയത്ത് ജാവയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. ഓക്കെ, അപ്പം സോഴ്സ് കോഡിനെ ജാവ കമ്പൈലർ എന്താക്കി മാറ്റി? ബൈറ്റ് കോഡാക്കി മാറ്റി. ബൈറ്റ് കോഡ് എന്ന് പറയുന്നത് ക്ലാസ് ഫയലാണ്. ഇറ്റ്സ് നോട്ട് എ മെഷീൻ കോഡ്. ഈ ക്ലാസ് ഫയൽ നമുക്ക് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് അവിടെ എന്തുണ്ടായാൽ മതി? നമ്മളുടെ JVM ജാവ വെർച്വൽ മെഷീൻ ഉണ്ടായാൽ മതി. ഈ ജാവ വെർച്വൽ മെഷീനാണ് നമ്മളുടെ മെഷീൻ കോഡാക്കി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ലിനക്സിലാണെങ്കിൽ ലിനക്സിൻ്റെ ആ ഒരു മെഷീൻ കോഡിലേക്ക് JVM കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ ഇവിടെ നമ്മളുടെ ഇപ്പം നമ്മളൊരു ബൈറ്റ് കോഡ് ജാവ വെർച്വൽ മെഷീന് വേണ്ടി ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ബൈറ്റ് കോഡ് എന്താക്കി മാറ്റുന്നുണ്ട്? ഒരു ഡാൽവിക് ബൈറ്റ് കോഡാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ വേണ്ടതാരാണ്? ഡാൽവിക് വെർച്വൽ മെഷീനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതാണ് ഡാൽവിക് വെർച്വൽ മെഷീൻ. അപ്പം നമ്മളുടെ ജാവ വെർച്വൽ മെഷീൻ പോലെ തന്നെ ഇവിടെ ആക്ട് ചെയ്യുന്നതാണ് ആര്? ഡാൽവിക് വെർച്വൽ മെഷീൻ എന്ന് പറയുന്നത്. സോ ഡാൽവിക് വെർച്വൽ മെഷീൻ എന്താ പറയുന്നത്? ഇറ്റ് ട്രാൻസ്ലേറ്റ് നമ്മളുടെ ബൈറ്റ് കോഡിനെ എന്താക്കി മാറ്റുന്നുണ്ട്? ഡാൽവിക് ബൈറ്റ് കോഡാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, ഡാൽവിക് ബൈറ്റ് കോഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ .dex.
ഓക്കെ .dx എക്സ്റ്റൻഷൻ അതായത് ഡാൽവിക് എക്സിക്യൂട്ടബിൾ ആൻഡ് .odex ഒപ്റ്റിമൈസ്ഡ് ഡാൽവിക് എക്സിക്യൂട്ടബിൾ ഓക്കെ ബൈ യൂസിങ് വാസ് DEX കമ്പൈലർ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ അപ്പം നമ്മൾ എഴുതിയ ആ ഒരു പ്രോഗ്രാമിനെ ജാവ കോഡിനെ നമ്മൾ എന്താക്കി മാറ്റുന്നുണ്ട്, ബൈറ്റ് കോഡാക്കി മാറ്റുന്നുണ്ട്. ജാവ കമ്പൈലർ എന്താക്കി മാറ്റുന്നുണ്ട്, ബൈറ്റ് കോഡാക്കി മാറ്റുന്നുണ്ട്. ഈ ബൈറ്റ് കോഡിനെ എന്താക്കി മാറ്റുന്നുണ്ട്, ഡാൽവിക് ബൈറ്റ് കോഡാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ ആരാണത് ചെയ്യുന്നത്? ഡാൽവിക് വെർച്വൽ മെഷീൻ ഡാൽവിക് ഡെക്സ് കമ്പൈലറാണ് അത് ചെയ്യുന്നത്. അപ്പം ഡാൽവിക് ബൈറ്റ് കോഡാക്കി മാറ്റുന്നുണ്ട്. അത് ഏത് എക്സ്റ്റൻഷനാണ്? .dx ഡാൽവിക് എക്സിക്യൂട്ടബിളും ആൻഡ് ഒപ്റ്റിമൈസ്ഡ് ഡാൽവിക് എക്സിക്യൂട്ടബിൾ ബൈ യൂസിങ് വാട്ട്? DX കമ്പൈലർ. ഓക്കെ The compact Dalvik executable format is designed for systems that are constrained in terms of memory and processor speed. ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഡാൽവിക് ബൈറ്റ് കോഡാക്കി കൺവേർട്ട് ചെയ്യുന്നത്, മെമ്മറി ആൻഡ് പ്രോസസ് സ്പീഡ്. ഓക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ അപ്പം നമ്മളുടെ ജാവയുടെ ബൈറ്റ് കോഡാണ് എന്താക്കി മാറ്റുന്നത്, ഡാൽവിക് ബൈറ്റ് കോഡാക്കി മാറ്റുന്നത്. ഓക്കെ അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പോൾ ഡാൽവിക് വെർച്വൽ മെഷീൻ്റെ പർപ്പസ് എന്താണ്? ഡാൽവിക് വെർച്വൽ മെഷീനെ നമ്മൾ ഒരു ഒപ്റ്റിമൈസ്ഡ് കോഡാക്കി കൺവേർട്ട് ചെയ്യുക. ചെയ്യുന്നത് ഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പൈലറാണ്. അപ്പം ഡാൽവിക് വെർച്വൽ മെഷീനിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പൈലറാണ് എന്തെന്ന് പറയുന്നത്, DEX ഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പൈലർ. കൂടുതൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള കോഡാക്കിയിട്ട് മാറ്റുക. സോ സ്പീഡ്, മെമ്മറി, അത് എടുക്കുന്ന മെമ്മറി, അതുപോലെ തന്നെ സ്പീഡ്, അതിനൊക്കെ നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ഡാൽവിക് വെർച്വൽ മെഷീൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. നമ്മളുടെ ജാവ വെർച്വൽ മെഷീൻ. ഓക്കെ ജാവ വെർച്വൽ മെഷീനിൽ അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ നമ്മളുടെ സോഴ്സ് കോഡിനെ എന്താക്കി മാറ്റുന്നുണ്ട്, നമ്മളെ സോഴ്സ് കോഡിനെ ഒരു ബൈറ്റ് കോഡാക്കി മാറ്റുന്നുണ്ട്. ഈ ബൈറ്റ് കോഡാക്കി മാറ്റുന്നത് ജാവ കമ്പൈലറാണെന്ന് പറഞ്ഞു. ദെൻ നമ്മളുടെ ബൈറ്റ് കോഡിനെ എന്താക്കി മാറ്റുന്നുണ്ട്, നമ്മളുടെ JVM എന്താക്കി മാറ്റുന്നുണ്ട്, മെഷീൻ കോഡാക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ അപ്പം ഇവിടെ വരുന്ന സമയത്ത് ഇപ്പം ജാവ എന്ന് പറയുന്നത് എന്താണ്, കമ്പൈൽഡും ആണ് ഇൻ്റർപ്രിറ്റഡും ആണ് അല്ലേ? അപ്പം കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ പ്രോഗ്രാമാണ് എന്ത് ചെയ്യുന്നത്, കമ്പൈൽ ചെയ്യുന്നത്. പക്ഷേ JVM ജാവ വെർച്വൽ മെഷീൻ അതായത് ബൈറ്റ് കോഡിനെ മെഷീൻ കോഡാക്കി കൺവേർട്ട് ചെയ്യുമ്പം അവിടെ ആരാണ് വർക്ക് ചെയ്യുന്നത്, ഇൻ്റർപ്രിറ്റർ ആണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. സോ എന്താണ്, സ്ലോ ആയിരിക്കും. കമ്പൈലറിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇൻ്റർപ്രിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ എക്സിക്യൂഷനാണ്, കാരണം ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ്. പക്ഷേ എന്താണ്, ജാവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഒരു ഫീച്ചറാണ് ഹൈ സ്പീഡാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത്, JVMൽ ആരുണ്ട്, JIT ജസ്റ്റ് ഇൻ ടൈം, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. JIT ജസ്റ്റ് ഇൻ ടൈം കമ്പൈലറാണ്. ഓക്കെ അപ്പോൾ അതൊരു ഒപ്റ്റിമൈസേഷനാണ് വേണ്ടിയിട്ടാണ്. എല്ലാ കമ്പൈലറിൻ്റെ എല്ലാ ഒരു ജോബും ഇത് ചെയ്യില്ല. JIT എന്ന് പറയുന്നത് എന്തിനാണ്, ഒപ്റ്റിമൈസേഷൻ, അതായത് സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ സ്പീഡപ്പ് ചെയ്യുക. അത് ഈ ഇൻ്റർപ്രിറ്ററിൻ്റെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യും. ഓക്കെ അതാണ് ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ. ഒപ്റ്റിമൈസേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഡാൽവിക് വെർച്വൽ മെഷീനിൽ എന്താണ് ആ ഡാൽവിക് ബൈറ്റ് കോഡാക്കി, അതായത് ഡാൽവിക് എക്സിക്യൂട്ടബിൾ ഫോർ ഒപ്റ്റിമൈസേഷൻ. ഓക്കെ നെക്സ്റ്റ് വരുന്നത് കോർ ലൈബ്രറീസ്. എന്നാൽ കോർ ലൈബ്രറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ് ആൻഡ്രോയിഡ് റൺ ടൈം ഓൾസോ പ്രൊവൈഡ്സ് എ സെറ്റ് ഓഫ് കോർ ലൈബ്രറീസ് വിച്ച് എനേബിൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് ടു റൈറ്റ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ യൂസിങ് സ്റ്റാൻഡേർഡ് ജാവ പ്രോഗ്രാമിംഗ്. ഓക്കെ ആൻഡ്രോയിഡിൽ ജാവ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ലൈബ്രറീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോർ ലൈബ്രറീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക്സ്. നമ്മൾ പറഞ്ഞു നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻസിൻ്റെ മാനേജ് ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. Application framework layer provide many higher level services to application in form of Java classes. Okay, application developers are allowed to make use of these services in their applications.
അപ്പോൾ അതിൽ വരുന്നതാണ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി മാനേജർ എന്താ ചെയ്യുന്നത്? ഒരു ആക്ടിവിറ്റി. ഇപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു വെബ് പേജിനോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫോമിനോ നമ്മൾ ഇവിടെ പറയുന്ന പേരാണ് എന്താ? ആക്ടിവിറ്റി. ഇപ്പം നിങ്ങൾ ജാവയിൽ ആപ്ലെറ്റ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആപ്ലെറ്റിൽ എന്താ, ആ ഒരു ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, പോസ് ചെയ്യുക, ദെൻ വീണ്ടും റെസ്യൂം ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക. ഓക്കെ, അതേ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും വർക്ക് ആവുന്നത്. ഒരു ആക്ടിവിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ദെൻ ആ ആക്ടിവിറ്റി എന്താണ്, ഫസ്റ്റ് അത് ലോഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, അതിന് ആ ആക്ടിവിറ്റി ലോഡ് ചെയ്യുമ്പം നമ്മൾ അതിനെ സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് പറയുക. ഓക്കെ, ക്രിയേറ്റ് ചെയ്തു അതിനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടായി, ആ ആക്ടിവിറ്റി സ്റ്റാർട്ടായി. ദെൻ അതിന് നമുക്ക് പോസ് ചെയ്യാം. പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം മോർ ദാൻ വൺ ആക്ടിവിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറൊരു ആക്ടിവിറ്റിയിലേക്ക് പോകുമ്പം ഈ ആക്ടിവിറ്റി അവിടെ സ്റ്റോപ്പായി. ദെൻ ഈ ആക്ടിവിറ്റിയിൽ നിന്ന് അതായത് ആക്ടിവിറ്റി 1, ആക്ടിവിറ്റി 2. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 1 നിന്ന് ആക്ടിവിറ്റിയിലേക്ക് പോകുന്ന 2ലേക്ക് പോകുന്ന സമയത്ത് ആക്ടിവിറ്റി 1 എന്താവും? പോസ് ആവും. ദെൻ ആക്ടിവിറ്റി 2 നിന്ന് തിരിച്ച് ആക്ടിവിറ്റി 1ലേക്ക് വരുന്ന സമയത്ത് ഇത് വീണ്ടും റെസ്യൂം ആവും. ഓക്കെ, ദെൻ ഒരു ആക്ടിവിറ്റി സ്റ്റോപ്പ് ആവും. ദെൻ എന്താണ്, അതിനെ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ അത് ഡിസ്ട്രോയ് ആവും. ഓക്കെ, അതാണ് ആക്ടിവിറ്റി മാനേജർ ചെയ്യുന്നത്, ഒരു ആക്ടിവിറ്റീൻ്റെ എല്ലാ മാനേജും. ദെൻ പാക്കേജ് മാനേജർ എന്താ ചെയ്യുന്നത്? ഇപ്പം നമ്മളൊരു ഇപ്പം നമ്മളൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു, അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ അതാണ് മാനേജ് ചെയ്യുന്നു. ആ എല്ലാ മാനേജ്മെൻറ്റുമാണ് ആര് ചെയ്യുന്നത്? പാക്കേജ് മാനേജർ. കീപ് ട്രാക്ക് ഓഫ് വിച്ച് ആപ്ലിക്കേഷൻസ് ആർ ഇൻസ്റ്റാൾഡ് ഓൺ യുവർ ഡിവൈസസ്. ഓക്കെ, ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ദെൻ പ്രൊവൈഡ്സ് മെത്തേഡ്സ് ഫോർ ക്വറിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഇൻസ്റ്റാൾഡ് പാക്കേജസ് ആൻഡ് റിലേറ്റഡ് പെർമിഷൻസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേണ്ടിയിട്ടുള്ള പെർമിഷനും കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യുന്നത് ആരാണ്? പാക്കേജ് മാനേജറാണ്. ദെൻ വിൻഡോ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിങ് ദി സ്ക്രീനിൻ്റെ ഓർഗനൈസേഷനാണ് വിൻഡോ മാനേജർ ചെയ്യുന്നത്. ഇറ്റ് അലോക്കേറ്റ് സർഫേസ് ആൻഡ് ഡിസൈഡ് വോ ആപ്ലിക്കേഷൻ ഗോ ആൻഡ് ഹൗ ദേ ആർ ലേഡ്. ഓക്കെ, അതാണ് വിൻഡോ മാനേജർ. ദെൻ ടെലിഫോണി മാനേജർ അറിയാലോ. പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദി ടെലിഫോണി സർവീസസ് സച്ച് ആസ് സബ്സ്ക്രൈബർ ID, SIM serial number, phone network type, etc. Moreover, you can determine the phone state, etc. Okay, ഇതാണ് ടെലിഫോണി മാനേജർ. ദെൻ കണ്ടൻറ്റ് പ്രൊവൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മളുടെ ഒരു കോണ്ടാക്റ്റ് ലിസ്റ്റ്, ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ കണ്ടൻറ്റ് പ്രൊവൈഡറാണ്. അപ്പോൾ ഈ ഒരു കോണ്ടാക്റ്റ് ഷെയർ ചെയ്യാൻ, ആപ്ലിക്കേഷൻസ് തമ്മിൽ ഷെയർ ചെയ്യാൻ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളുടെ കോണ്ടാക്റ്റ് ലിസ്റ്റ് നമ്മളിപ്പോൾ ഒരു വാട്സപ്പ് യൂസ് ചെയ്യുന്ന സമയം നമ്മളുടെ വാട്സപ്പിലേക്ക് അത് ഷെയർ ചെയ്ത് കിട്ടുന്നില്ലേ? ഓക്കെ, അത് അതിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? കണ്ടൻറ്റ് പ്രൊവൈഡർ. അലൗസ് ആപ്ലിക്കേഷൻ ടു ഷെയർ ദെയർ ഡേറ്റ വിത്ത് അതർ ആപ്ലിക്കേഷൻസ്. ഓക്കെ, എക്സാമ്പിൾ ഫോൺ കോണ്ടാക്റ്റ് ലിസ്റ്റ്. അപ്പോൾ നമ്മൾ കണ്ടൻറ്റ് പ്രൊവൈഡറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഫോൺ കോണ്ടാക്റ്റ് ലിസ്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് റിസോഴ്സ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റിസോഴ്സസ്, അതായത് നമ്മളുടെ എല്ലാ ഫയൽസും, പിന്നെ HTML, XML അല്ലെങ്കിൽ നമ്മളുടെ ഇമേജസ്, അതിൻ്റെയൊക്കെ മാനേജ്മെൻറ്റാണ് റിസോഴ്സ് മാനേജർ ചെയ്യുന്നത്. ആൻഡ്രോയിഡ് റിസോഴ്സസ് സിസ്റ്റം കീപ് ട്രാക്ക് ഓഫ് ഓൾ നോൺ കോഡ് അസറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ആൻ ആപ്ലിക്കേഷൻ. ഇപ്പോൾ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഇമേജസ്, ഫയൽസ്, അതിൻ്റെയൊക്കെയാണ് നമ്മൾ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് വ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ബട്ടൺസ്, ലിസ്റ്റ്, ഓക്കെ, ടെക്സ്റ്റ് ബോക്സ്, അങ്ങനത്തെ എല്ലാം. ഓക്കെ, ഒബ്റ്റെയിൻ തിങ്സ് ലൈക്ക് ബട്ടൺ, ലിസ്റ്റ്, എക്സെട്ര. ദാറ്റ് ഈസ് ഓൾ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് GUI. ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതാണ് വ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ലൊക്കേഷൻ മാനേജർ. അറിയാലോ, നമ്മളുടെ ലൊക്കേഷൻ, ഓക്കെ, സിസ്റ്റം ലൊക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ദിസ് പ്രൊവൈഡ്സ് ആക്സസ് ടു സിസ്റ്റം ലൊക്കേഷൻ സർവീസസ്. ഓക്കെ, ദിസ് സർവീസ് അലൗ ആപ്ലിക്കേഷൻ ടു ഒബ്റ്റെയിൻ പീരിയോഡിക് updates of the device geographical location. ഓക്കെ, ഇപ്പം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ആ ഒരു സംഭവം ആക്സസ് ചെയ്യാനൊക്കെ എന്താണ് ലൊക്കേഷൻ മാനേജറാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ നോട്ടിഫിക്കേഷൻ മാനേജർ എന്ന് പറയുന്നത് എന്താണ്?
നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ വരില്ലേ, അറിയാലോ നോട്ടിഫിക്കേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റാണ് നോട്ടിഫിക്കേഷൻ മാനേജർ ചെയ്യുന്നത്. നെക്സ്റ്റ് അപ്പം ഇതിൽ എന്താണ് എസ്ക്യുലൈറ്റ് എന്ന് പറയുന്നത്, നമുക്ക് എസ്ക്യുലൈറ്റ് പഠിക്കാനുണ്ട്. ഡേറ്റാബേസ് ആൻഡ്രോയിഡിൻ്റെ കൂടെ വരുന്ന ഡേറ്റാബേസ് ആണ് എസ്ക്യുലൈറ്റ് എന്ന് പറയുന്നത്. ലൈറ്റ് വെയ്റ്റ് ആണ്, അതായത് ഇത് ഒരു ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊന്നും വേണ്ട എസ്ക്യുലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയ സ്മോൾ എന്തെങ്കിലും ഡേറ്റാസൊക്കെ സേവ് ചെയ്ത് വെക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എസ്ക്യുലൈറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇറ്റ്സ് എ ഡേറ്റാബേസ്. എസ്ക്യുലൈറ്റ് എന്ന് പറയുന്നത് ഡേറ്റാബേസ് ആണ്. ദെൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണ ജാവ പ്രോഗ്രാം അല്ലെങ്കിൽ ജാവ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ്. At the top of the architecture, we have all applications which are used by final users. All applications are written using what? Java programming languages. Contacts, books, browser, games, ഏത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും എല്ലാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കറിയാം എന്താണ് ആൻഡ്രോയിഡ് ഡിവൈസസ് അവൈലബിൾ ഇൻ ദി മാർക്കറ്റ്. ഞാൻ ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ എടുത്തതാണ്. ആൻഡ്രോയിഡ് വിയർ, നമ്മളുടെ വാച്ചസ്. ഓക്കെ, Android Wear organizes your information, suggests that you need and shows it before you even ask. Get messages from your friends, meeting notification. Okay, എല്ലാ കാര്യങ്ങളും. ദെൻ വേറെ എന്താണ്, ആൻഡ്രോയിഡ് ഫോൺ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ടാബ്ലറ്റ്, ആൻഡ്രോയിഡ് ടാബ്ലറ്റ്. ഓക്കെ, ദെൻ റിമോട്ട് ആപ്പ് ഓഫേഴ്സ് വോയിസ് സെർച്ച് ആൻഡ് ഓൺ സ്ക്രീൻ കീബോർഡ് ഗവൺ, അതായത് നമ്മളുടെ ആൻഡ്രോയിഡ് TV. ദെൻ നമ്മളുടെ എന്താണ് നമ്മളുടെ കാറിലൊക്കെ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഓട്ടോ. ഓക്കെ, ദെൻ അതൊക്കെ നമ്മളുടെ ആൻഡ്രോയിഡിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ എല്ലാവരും നമ്മളുടെ ആപ്ലിക്കേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതാണ് ആൻഡ്രോയിഡ് മാർക്കറ്റ് ആപ്ലിക്കേഷൻ സ്റ്റോഴ്സിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പം നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ. അവിടെ നിന്നാണ് നമ്മൾ എന്താണ് പെയ്ഡായിട്ടുള്ള ആപ്ലിക്കേഷനും ഉണ്ടാവും, ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. നമുക്ക് ഗൂഗിൾ പ്ലേയിൽ പ്ലേ സ്റ്റോറിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാം, അവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഗൂഗിൾ ഇതാ ഇങ്ങനെ ഒരു സ്റ്റോർ അനൗൺസ് ചെയ്യുന്നത് 2008 Google announces Android market, an online application store for what Android devices. Users can simply upload applications or download applications directly on their devices. Both paid and free applications are supported in the Android market. Examples are what? Google Play Store, okay, Mobile 9, Nextseva, Opera Mobile Store, etc. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ടൂൾസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്കൊരു ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ എന്തൊക്കെ വേണം? ആദ്യം വേണ്ടത് ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ്, JDK വേണം. ദെൻ നമ്മളുടെ ID എന്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എക്ലിപ്സ് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾ പ്രൊജക്റ്റിനൊക്കെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഒരു ബേസിക് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ എക്ലിപ്സ് ആണ് നല്ലത്. സോ ആൻഡ്രോയിഡ് റെക്കമെൻഡഡ് IDE ഈസ് എക്ലിപ്സ് IDE. ഓക്കെ, അപ്പം നമ്മളുടെ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് എക്ലിപ്സ് ആണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് എക്ലിപ്സ് ആണ്. ദെൻ അപ്പം നമ്മളുടെ ജാവ ഡെവലപ്പ് ചെയ്യാൻ ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ് വേണം, ആ ലൈബ്രറീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ. അതുപോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ലൈബ്രറീസൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ലൈബ്രറീസും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എൻവിറോൺമെൻറ്റ് ആര് പ്രൊവൈഡ് ചെയ്യും? എക്ലിപ്സ് ID, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവിറോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് ഇപ്പം JDK വേറെ ചെയ്യാം. ദെൻ എക്ലിപ്സ് JDK നമ്മൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യണം. ദെൻ അതിനുശേഷം എക്ലിപ്സ് വേറെ ഇൻസ്റ്റാൾ ചെയ്യാം. ദെൻ ഇൻസ്റ്റാൾ ചെയ്യല്ല, സിപ്പ് ഫയലായിട്ട് നമുക്ക് കിട്ടും എക്ലിപ്സ്. ദെൻ ആൻഡ്രോയിഡ് SDK അത് നമുക്ക് സിപ്പ് ഫയലായിട്ട്, അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും.
പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേർഷനൊക്കെ മാറുന്നതിനനുസരിച്ചിട്ട് ഇത് എററും കാര്യങ്ങളൊക്കെ വരുത്തും. അപ്പോൾ ഇതിന് പകരം ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതിന് പകരം ഏറ്റവും നല്ലത് എന്ത് ചെയ്താൽ മതി, ഒരു സിപ്പ് ഫയലായിട്ട് നമുക്ക് ഈ ഒരു സൈറ്റിൽ പോയാൽ കിട്ടും. http://developer.android.com index.html. അതിൽ ഡെവലപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് കാണാം. അതിൽ ടൂൾസിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഒരു സിപ്പ് ഫയലായിട്ട് അതിൽ എക്ലിപ്സും ഉണ്ടാവും, ആൻഡ്രോയിഡ് SDK ഉണ്ടാവും. ഒരു സിപ്പ് ഫയലായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, പക്ഷേ വേർഷൻ മാറുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലം വരും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം, എങ്ങനെയാണ് കോൺഫിഗറേഷൻ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.